അവിടുന്ന് പോയ നേർച്ചയാണ് കേട്ടോ. ഫസ്റ്റ് ദിവസത്തെ നേർച്ചയാണ്. നമ്മളിപ്പോൾ പോണത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. പലഞ്ചാക്കിനൂർക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നേർച്ചയുണ്ട്. പിന്നെ ഇത് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങള് നേർച്ചയ്ക്കൊന്നും അങ്ങനെ നിന്നില്ല. മിലൂസ് ഒരു നേർച്ച കഴിഞ്ഞത് അങ്ങനെ ഞങ്ങൾ പള്ളിക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിലത്തെ ലൈറ്റുകളൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ പള്ളീൻ്റെ അതിന് പോയി വീഡിയോ ഒന്നും എടുത്തില്ല. മിലൂസ് ഉറങ്ങായിരുന്നു, വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വെറുതെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് മിലൂസിന് ചക്കരനെ കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഞങ്ങൾ കുറച്ച് മുട്ടായും പിന്നെ ഇതാ മിലുവിന് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ചക്കര നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതാ വാങ്ങുക വേണ്ടി കൺഫ്യൂഷനാണ്. എല്ലാം ഉണ്ട്, പക്ഷെ ഏതെയും വാങ്ങിയത് പേടി വെച്ചും പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിതാ അതിനൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ മിലൂസിനെ കൂട്ടിയിട്ട്. കണ്ണാടി വാങ്ങിക്കൊടുത്തിട്ടാ. അവൾക്ക് വേറെ കണ്ണാടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, സ്നാപ്പിലുള്ള കണ്ണാടികൾ. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ട. അതിൽ സ്മൈലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നടത്തിയപ്പോൾ ലുക്കും കണ്ണാടിയൊക്കെ കണ്ടിട്ട് അതിൽ കൂടെ പോണ ചെക്കന്മാര് റാപ്പ് സോങ്സ് ഒക്കെ പാടുമായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് പറയണം വിചാരിച്ചാണ് കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഇതാ ചക്കര ലുക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആളിപ്പോൾ വേറെ ലുക്കായിട്ടുണ്ട്. പഴയ ലുക്കൊക്കെ ഇത്തിരി വിട്ട് പിടിച്ചിരിക്കുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്പിളി മാമൻ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചാലുവെള്ളമാണ്. ഇതൊക്കെ ഒരു നൊസ്റ്റോളജി ആണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ പള്ളിനാർച്ചയ്ക്ക് വരുന്നത് കൊണ്ട് ഈ പള്ളിനാർച്ച ടൈമിലാണ് ചാലുവെള്ളമൊക്കെ ഉള്ളത്. പിന്നെ ഇതാ ഇപ്പോൾ എനിക്കൊരു വള വാങ്ങിത്തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താ എടുക്കുക പറഞ്ഞ് നടക്കുകയാണ്. പിന്നെ ഇതാ ഇപ്പോൾ ഒരു ലോക്കറ്റ് തൊപ്പിൻ്റെ ഒരു ലോക്കറ്റാണ്. പിന്നെ ചക്കര ഉള്ളതുകൊണ്ട് മിലുവിനെ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഫുള്ള് ചക്കരൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. പള്ളിയിൽ